അതുപോലെ മനോഹരമായ ഒരു കഥയാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയുടെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മോൻ അലി എന്ന് തന്നെയായിരുന്നു അവരുടെയും പേര്. ആളുകൾ അവരെ സൈനുൽ ആബിദ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അത്രയും ആരാധന കർമ്മങ്ങളിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു നല്ല മനുഷ്യൻ. ഒരു ദിവസം അവർ മരിച്ചുപോയി. മരിച്ച ദിവസം അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിക്കുകയാണ് അവരുടെ ഭാര്യയും മക്കളൊക്കെ ചേർന്നിട്ട്. അപ്പോഴാണ് അവരൊരു കാഴ്ച കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മുതുകിൽ ഒരു തഴമ്പ്, ചെറിയ തഴമ്പാണ്, കാര്യമായിട്ട് എന്തോ ഏറ്റിയതുപോലെയാണ്. അദ്ദേഹത്തിനൊന്നും ഏൽക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിന് കച്ചവടമായിരുന്നു, ഒരുപാട് ജോലിക്കാരുണ്ട്. പിന്നെ എന്തായിരുന്നു ഉപ്പ ഏറ്റിയത്? ഭാര്യയ്ക്ക് അറിയില്ല. ഭാര്യ മക്കളോട് ചോദിക്കുന്നുണ്ട്, അവർക്കും അറിയില്ല. നാട്ടിൽ മുഴുവനും അന്വേഷിക്കുന്നുണ്ട്, ആർക്കും അറിയില്ല. അങ്ങനെ അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിച്ചു, മറവ് ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പിന്നീടാണ് ആ നാട്ടിൽ മറ്റൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട്. ആ നാടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേരി പ്രദേശം, ദരിദ്രരായ കുറച്ച് കുടുംബങ്ങൾ താമസിക്കുന്ന ആ ചേരി പ്രദേശത്ത് നിന്ന് ആദ്യമായിട്ട് ആളുകൾ ഈ നാട്ടിൽ വന്നിട്ട് ഭിക്ഷ യാചിക്കാൻ തുടങ്ങി. അന്ന് ഈ ആളുകൾ അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്ക് എവിടെയായിരുന്നു ഭക്ഷണം കിട്ടിയിരുന്നത്? ആ സമയത്ത് അവർ മറുപടി പറയുന്നു, ഇത്രയും കാലം എല്ലാ ശനിയാഴ്ചയും ആ ആഴ്ചക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ഒരാൾ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലൊന്ന് കൊണ്ടുവെക്കുകയായിരുന്നു. ആരായിരുന്നു അത് എന്ന് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും ഞങ്ങൾക്ക് അദ്ദേഹം മുഖം തന്നിട്ടില്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തെ കാണാനില്ല. ആ നാട്ടുകാർക്കും കുടുംബത്തിനൊക്കെ മനസ്സിലായി എന്തായിരുന്നു ആ തഴമ്പിൻ്റെ പിന്നിലെന്ന്. ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും അത് സോഷ്യൽ മീഡിയയിൽ റീലായും ഫോട്ടോയും സ്റ്റോറി ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്ന നമ്മൾ പലപ്പോഴും നമ്മുടെ തിന്മകളാണ് നമ്മൾ മറച്ചു വെക്കുന്നത് എന്നാണ്. വലിയ മനുഷ്യരെപ്പോഴും അവരുടെ നന്മകളാണ് മറച്ചു വെച്ചിരുന്നത്. ഒരു ദാനം ചെയ്യുമ്പോൾ അത് നാട്ടുകാരറിയരുത്, വീട്ടുകാരറിയരുത് എന്നൊന്നല്ല പ്രവാചകൻ പറഞ്ഞത്. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്നാണ്.